പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് പല രാജ്യങ്ങളിൽ നിലവിലുണ്ടായിരുന്നതും ഇപ്പോൾ നിലവിലുള്ളതുമായിട്ടുള്ള പോസ്റ്റൽ സംവിധാനത്തെക്കുറിച്ചാണ്. ഇതിലാദ്യം പറയുന്നത് അഞ്ചൽ തപാൽ സമ്പ്രദായത്തെക്കുറിച്ചാണ്. നമ്മുടെ രാജ്യത്ത് 1857 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ അത് നിലവിലില്ല. അതിനുശേഷം ഇന്ത്യൻ പോസ്റ്റ് കാര്യങ്ങളിൽ വന്നു. അതിൻ്റെ പ്രവർത്തന രീതികൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെപ്പറ്റിയൊക്കെ ഒരു ചെറിയ വിവരണമാണ് ഇതിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വേറെ പല രാജ്യങ്ങളിലെയും വിവരങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, കാണുക. പഴയ അഞ്ചലോട്ടം പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി രാപകൽ ഓടുന്നവരും ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ഇനി ഇതിൽ പറയുന്നത് ഓസ്ട്രേലിയൻ പോസ്റ്റൽ സംവിധാനമാണ്. ഇതിനും ഏകദേശം 200 കൊല്ലത്തെ പഴക്കമുണ്ട്. പല രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളും ഒരു പ്രാവർത്തികമാക്കിയിട്ടുണ്ട് പോസ്റ്റൽ വിതരണത്തിലേക്ക്. ഇതിൻ്റെ ഹിസ്റ്ററിയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പോസ്റ്റിൽ ആദ്യം ഉണ്ടായിരുന്ന പോസ്റ്റ്മാൻ്റെ വേഷവിധാനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ആദ്യത്തെ സ്റ്റാമ്പ്, പിന്നെ ഇവിടെ പോസ്റ്റ് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന പല രീതികൾ, കുതിര ഉണ്ടായിരുന്ന കാലം, പിന്നെ ഫ്ലൈറ്റുകളിൽ കൊണ്ടുപോയിരുന്നു. നിലവിലുള്ള പോസ്റ്റി ആണിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഈ ബൈക്കിലാണ് എല്ലാ ദിവസവും വീടുകളിൽ വരുന്നത്. നമുക്ക് ഇതുപോലൊരു പാഴ്സൽ സംവിധാനവും ഉണ്ട്. ആളില്ലെങ്കിൽ ഒരു ഈ കാർഡ് വീട്ടിലിട്ടിട്ട് പോകും. ഇതുമായിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് വേണം നമുക്ക് കളക്ട് ചെയ്യാൻ. അതുകൂടാതെ സെൽഫായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന പാഴ്സൽ ഫെസിലിറ്റിയും ഇവിടെ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളിതിൽ കാണുന്നത് ഓസ്ട്രേലിയൻ പോസ്റ്റ് നിലവിലും ഉപയോഗിക്കുന്ന പാഴ്സൽ സോർട്ടിംഗ് രീതികളാണ്. ഈ ഉള്ളവനും കുറച്ച് നാൾ ഇതിൽ ജോലി ചെയ്തിരുന്നു. കാലാകാലങ്ങളായി ഓസ്ട്രേലിയൻ പോസ്റ്റ് ഉപയോഗിച്ചിരുന്നത് ഹോണ്ടയുടെ ഈ ബൈക്കാണ്. നമ്മുടെ നാട്ടിലെ M80യുടെ ഒരു വകഭേദമായിട്ട് പറയാം. പക്ഷേ ക്വാളിറ്റിയുള്ള ഹോണ്ട നിർമ്മിച്ച ബൈക്കാണ്. നിലവിൽ പാഴ്സൽ കൊണ്ടുപോകുന്ന വാനുകളാണ് കൂടുതലും ഉള്ളത്. വലിയ ബിഗ് ട്രക്കുകളുണ്ട് ഇൻ്റർസ്റ്റേറ്റ് പോകുന്നത്. ഇതൊക്കെ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 200 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഒരു പോസ്റ്റൽ സംവിധാനമാണ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റേതും. അതിൻ്റെയും ചില ജനറൽ ഇൻഫർമേഷനാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പോസ്റ്റൽ ബോക്സിൻ്റെ പല ടൈപ്പുള്ള ഡിസൈനാണ് ഈ കാണിച്ചിരിക്കുന്നത്. അന്നത്തെ പാഴ്സൽ സോർട്ടിങ് ഈ രീതിയിലായിരുന്നു ആൾക്കാർ ഇരുന്നിട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ പുതിയ ആധുനിക ടെക്നോളജി എല്ലാം പോസ്റ്റൽ ഡെലിവറിയിലേക്ക് വന്നിട്ടുണ്ട്. UK ഇത് റീചാർജ് ചെയ്യുന്ന വണ്ടികളാണ്, ബാറ്ററിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓസ്ട്രേലിയയുടെ സെയിം സംവിധാനം തന്നെയാണ് ന്യൂസിലാൻഡ് പോസ്റ്റും. ഏകദേശം റൂളുകളും കാര്യങ്ങളും എല്ലാം ഓസ്ട്രേലിയയിൽ തന്നെയാണ് ന്യൂസിലാൻഡിലും ഉള്ളത്. ന്യൂസിലാൻഡിലുള്ളവർക്ക് ഓസ്ട്രേലിയയിൽ വന്നും ഓസ്ട്രേലിയയിലുള്ളവർക്ക് ന്യൂസിലാൻഡിൽ പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജർമ്മൻ പോസ്റ്റിനെ കുറിച്ചുള്ള ജനറലായിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ്. അതും വളരെ ഓൾഡായിട്ടുള്ളൊരു പോസ്റ്റൽ സംവിധാനമാണ്. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വിശ്വപ്രസിദ്ധമായ പോസ്റ്റൽ സർവീസിനെ കുറിച്ചാണ്. ലോകത്തിലെ തന്നെ സമാനമായ ഒരു പോസ്റ്റൽ സർവീസാണ് കനേഡിയൻ പോസ്റ്റൽ സർവീസും. ഇതിനും 200 വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട്. വിവരങ്ങളെല്ലാം കണ്ട് മനസ്സിലാക്കുക.